രാവിലെ ഒരു 3-3:30 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നേരെ ഇനി പോയിട്ട് എണ്ണ അടിക്കണം. വണ്ടിയിൽ എണ്ണ അടിച്ചിട്ടില്ല, അപ്പോൾ നേരെ എണ്ണ അടിക്കുക. അതിനുശേഷം അവിടുന്ന് പിന്നെ നേരെ സ്ട്രെയിറ്റ് അങ്ങ് നമ്മൾ മൺറോയിലിലേക്കാണ്. അതുപോലെ തന്നെ നമ്മളൊരു രാവിലെ 6 മണിക്ക് അവിടെ എത്തണമെന്നുള്ളൊരു ഇതുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ കൂടി വെച്ചിട്ടാണ് നമ്മളപ്പോൾ ഇത്രയും നേരത്തേക്ക് തന്നെ ഇറങ്ങി അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നേരെ ഇപ്പോൾ വന്നു ചെറുക്കൻ്റെ ദാഹം മാറ്റാനായിട്ട് ടാങ്ക് ഫുൾ നിറച്ചോളാനായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല, അങ്ങ് അടിച്ച് നിറച്ചിട്ടുണ്ട്. അങ്ങനെ അതും ഫില്ലപ്പായി. പെട്രോളിൻ്റെ വിലയാണെങ്കിൽ ചില്ലറ വെച്ച് കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അതൊക്കെ ഏതായാലും പിന്നെ അവിടുന്ന് ഫുൾ ടാങ്ക് എണ്ണ മേടിച്ച് പിന്നെ നേരെ അങ്ങോട്ട് തിരിക്കുകയാണ്. പിന്നെ റോഡാണെങ്കിൽ തീരെ മോശമാണ്. ഇപ്പോൾ എല്ലായിടത്തും വർക്ക് നടക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഫുള്ള് റോഡ് മൊത്തം കുഴിയാണ്. അതുകൊണ്ടിട്ട് നമ്മൾ ഒരു കുഴി പോലും വിട്ടു പോവാതെ എല്ലാ കുഴിയിലും അങ്ങ് വീട് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോൾ അല്പം വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്കാണെങ്കിലും ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചർച്ചകളിലായിരുന്നു. അവിടെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്നുള്ളതിനെ പറ്റി. കാരണം ഞങ്ങൾ ഓൾറെഡി എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കും ചെറിയ കൺഫ്യൂഷനുണ്ട്. കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബുക്കിംഗ് ഒക്കെ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ എത്രത്തോളം അത് നല്ലതായിരിക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അവിടെ ചെന്ന് തന്നെ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. എന്നാലും അതുപോലെ തന്നെ ഹൈവേസ് ഇപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ടുള്ള പൊടി ഭയങ്കരമായിരുന്നു. ആ ഹൈവേ എന്നൊക്കെ ഒന്ന് മാറി ഇപ്പോൾ ഈ ഒരു മൺറോയ് ഐലൻഡിലേക്കുള്ള റോഡിലേക്കുള്ള കട്ടിങ് നമ്മൾ എടുത്തപ്പോഴാണ് കുറച്ച് ആശ്വാസം തോന്നിയത്. കാരണം പൊടി ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കണ്ണും കാണാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പൊടി ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ ഇപ്പോൾ അവിടുന്ന് ആ റൂട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറച്ച് കംഫോർട്ടായിട്ട് തോന്നിയത്. അത് അല്ലാതെ വേറെ ആ ട്രാവലിങ്ങിൻ്റെ ഇടയിലൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മഞ്ഞൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടൊക്കെ. അപ്പോൾ ഇത്തവണത്തെ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും എൻ്റെ സുഹൃത്തും കൂടിയുണ്ട്. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ എൻ്റെ സുഹൃത്തു കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇത്തവണ യാത്ര ഇറങ്ങിത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ ഒറ്റയ്ക്ക് പോയപ്പോഴും എനിക്ക് വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിലൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എൻ്റെ ഫ്രണ്ട് കൂടി വരാമെന്നുള്ളത് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ചപ്പോൾ ഇറങ്ങിയത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കാണാം കുറച്ച് മഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട്. രാവിലെ അത്യാവശ്യം കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഹൈവേ നിന്ന് മാറിയതിന് ശേഷം പിന്നെ കുഴപ്പമൊന്നുമില്ല റൈഡ്. പിന്നെ റോഡൊക്കെ ആണെങ്കിലും നല്ലതായിരുന്നു. അവിടെ ഉള്ള റോഡുകളെല്ലാം നല്ല റോഡായിരുന്നു. അതുപോലെ ഈ പോകുന്ന വഴിയിലെല്ലാം കാണാൻ പറ്റിയ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഇപ്പോൾ ഈ ഫുട്ബോളിൻ്റെ ഒരു ആവേശം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടിട്ട് എല്ലായിടത്തും എല്ലാ കളിക്കാരുടെയും ഫ്ലെക്സ്, കട്ടൗട്ട്സ് അതെല്ലാം വെച്ചിട്ടുണ്ട്. റൊണാൾഡോ, മെസ്സി, നെയ്മർ അങ്ങനെ എല്ലാവരുടെയും കട്ടൗട്ട്സ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കുറേ ഉണ്ടായിരുന്നു, നല്ല കുറേ കമൻസൊക്കെ എഴുതി വെച്ചിട്ടുള്ള കുറേ കട്ടൗട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ നമ്മൾ ഓടി ഇപ്പോൾ എസ് വളവ് എന്ന് പറയുന്നത്, അതായത് മൺറോയ് ഐലൻഡിലെ ഒരു എസ് വളവ് എന്ന് പറയുന്നതിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എല്ലാം ഈ കണ്ടൽക്കാടുകളുമാണ്. ഇതിൻ്റെയൊക്കെ ഇവിടെയൊക്കെ തന്നെയാണ് നമ്മുടെ റൈഡും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് എസ് വളവ് എന്ന് പറയുന്നത്. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളും ഗസ്റ്റുകളും എല്ലാം വരാറുണ്ട്. ഇത് അവിടെ പ്രൈവറ്റായിട്ട് അല്ലാതെ തന്നെ റൈഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മളവിടെ പേയ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ചെയ്യാം. അത് മണിക്കൂറിന് ഇത്ര രൂപ വെച്ചിട്ടുള്ള ചാർജസാണ് വരുന്നത്. നമ്മൾ പക്ഷെ അങ്ങനെയല്ല, അല്ലാതെ നമ്മൾ പാക്കേജ് എടുത്ത് പോയിരിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ഡയറക്റ്റ് അവരുടെ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവരതനുസരിച്ച് ടൈമിങ്സ് അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്, സീബ്ര കയാക്സ്. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ബാക്കിലോട്ട്
നടക്കുകയായിരുന്നു. നമ്മളപ്പോൾ നേരത്തെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ നമ്മൾ അപ്പോൾ ഇവിടെ എത്തുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇന്നപോലെ ലൊക്കേഷനിലാണ്, നേരെ ബാക്കിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് തുടക്കം തന്നെ ഇപ്പോൾ സൺറൈസ് ആയത് കൊണ്ടിട്ട് ആ ടൈം അത്രയും കളയണ്ടല്ലോ എന്ന് കരുതി നമുക്ക് ഡയറക്റ്റ് നമുക്കിത് വള്ളമെല്ലാം നമ്മുടെ റെഡിയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വള്ളത്തിലേക്ക് കയറി. ഈ കാണുന്നതായിരുന്നു നമ്മൾ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ തിരിച്ച് നമ്മളപ്പോൾ ഇനി കറങ്ങിയിട്ട് തിരിച്ചിവിടെ തന്നെ നമ്മൾ വരിക ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നേരെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന വ്യൂ ആണ്. വളരെ നല്ല രസമുള്ളൊരു വ്യൂ തന്നെയാണ്. ഇത്രയും ഓപ്പണായിട്ടുള്ളൊരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയയിൽ ഞാൻ നോക്കിയിട്ട് ഇവിടുത്തെ ഈ ഒരു കഫേ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ വന്നിരിക്കുന്ന ആ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ, നമ്മൾ കയാക്സിനോട് ചേർന്ന് തന്നെ അവർക്ക് തന്നെ ഒരു കഫേയും കൂടിയുണ്ട്. അപ്പോൾ കഫേയിൽ നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ, ഷെയ്ക്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ചുള്ളത് അവർ ചെയ്തു തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനത്തെ കുറച്ച് പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ മേലെ കൂടിയൊക്കെ പോകുന്നതൊക്കെ നമ്മൾ വന്നിട്ടുള്ള ആ വഴികളിലൂടെയൊക്കെ തന്നെയാണ്. അതിൻ്റെ മേളിൽ കാണുന്ന പാലങ്ങളാണ്. പിന്നെ ഇവിടുന്ന് നേരെ കയറി ചെല്ലുന്ന ഇടങ്ങളിൽ എല്ലാം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കണ്ടൽക്കാടുകളായിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ടൊക്കെ വീടുകളുണ്ട്. അത് നമുക്കിപ്പോൾ പോകുമ്പോഴത്തേക്ക് എല്ലാം കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഞങ്ങൾ വന്ന ദിവസം എന്ന് പറയുന്നത് എന്താണെന്നറിയത്തില്ല, സാധാരണ ഉള്ളതിനേക്കാൾ വെള്ളം തീരെ ഇല്ലാഞ്ഞൊരു ദിവസം തന്നെയായിരുന്നു ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അല്ലാതെ മറ്റ് ആളുകളുള്ള കുറച്ച് വള്ളങ്ങളെല്ലാം നിലത്ത് ഇരുന്ന് പോകുന്നൊരു കാഴ്ചകളൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തുഴയുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതിങ്ങനെ കുത്തി കയറ്റാനായിട്ട്. കാരണം അധികം വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളം താഴെ ഒന്ന് മണ്ണിലങ്ങ് ഉറച്ചു പോകുമായിരുന്നു. രാവിലെ ഇറങ്ങിയിട്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ്, അങ്ങനെ ഈ പോകുന്ന റൂട്ടിന് തന്നെ നമുക്കിപ്പോൾ ഒരു ടീ ഷോപ്പ് കൂടി അവൈലബിളാണ്. അതേതായാലും കൊള്ളായിരുന്നു. ഇതാണ് ആ പറഞ്ഞ ആ ഒരു ടീ ഷോപ്പ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ടീ ഷോപ്പാണ്. അന്നേരം നമുക്ക് കഴിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മളവിടെ നിന്നൊരു ചെറിയൊരു ചായയൊക്കെ മേടിച്ച് നല്ല ചൂടോടെ ആ ചായയും കുടിച്ച് അങ്ങനെ ഒരു സൈഡിലെ കണ്ടൽക്കാടുകളും ഒരു സൈഡിലെ ഇവിടുത്തെ ആ ഗ്രാമീണമായിട്ടുള്ള ആളുകളുടെ ഒരു ജീവിത രീതികളും വീടുകളും എല്ലാം ഒക്കെ അങ്ങനെ കണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോഴെന്താ 2 പട്ടിക്കുട്ടികൾ ഇരുന്ന് കളിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലങ്ങൾ ഇപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ കുറച്ചധികം ഉണ്ട്. കാരണം അത് ആൾതാമസമുള്ള ഒരു ഏരിയ ആയിരുന്നുകൊണ്ടിട്ട് ഇതേപോലെ പാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നു പോകാനായിട്ടുള്ളതുകൊണ്ട് ഒത്തിരി. പിന്നെ ഇന്ന് വെള്ളം അധികം ഇല്ലാഞ്ഞുകൊണ്ടിട്ട്, അധികം ഇല്ലാഞ്ഞല്ല തീരെ കുറവായിരുന്നുകൊണ്ടിട്ട് ഞങ്ങൾക്ക് അധികം കുനിഞ്ഞിരിക്കേണ്ടി വന്നിട്ടൊന്നുമില്ല. നേരെ തന്നെ ഇരുന്ന് പോകാനായിട്ടൊക്കെ പറ്റി. പക്ഷേ ഇവിടെ ഇനി വെള്ളമുള്ള സമയങ്ങളിലൊക്കെ ആകുമ്പോൾ ഒത്തിരി നമ്മൾ ബാക്കിലോട്ട് കാഞ്ഞ് കിടക്കേണ്ടി വരും. പിന്നെ പോകുന്ന വഴികളാണെങ്കിലും കൊള്ളായിരുന്നു. ഇപ്പോൾ ഈ പോകുന്നത് ചെറിയ അവരുടെ ആ ഒരു കനാലിലൂടെയാണ് ചെറുതായിട്ട് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ്. ഇതൊക്കെ റീസെൻ്റ്ലി വന്നിട്ടുള്ള റിസോർട്ടുകളാണ്. ഇതേപോലെ റിസോർട്ടുകളിലും കയാക്സും ഇതേപോലത്തെ കൺട്രി ബോട്ട്സും എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് വന്ന് മേലെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇനിയും നമ്മൾ മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ കുറച്ച് ദൂരം ആയിട്ട് ഇങ്ങനെ വെള്ളത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം ടൈം ഉണ്ടെന്ന് തോന്നുന്നു ഇനിയും നമുക്ക് ആ ഒരു നമ്മുടെ ലൊക്കേഷനിലോട്ടൊക്കെ എത്താനായിട്ടുള്ള. അപ്പോൾ ഇതിങ്ങനെ ഒരു റൗണ്ട് അബൌട്ട് ഇങ്ങനെ എടുത്ത് പോവുക ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്ന വീട് ബേസിലിൻ്റെ പൊന്മാൻ എന്ന സിനിമ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. ആ വീടും ഈ പരിസരങ്ങളും പിന്നെ ഈ ചെമ്മീൻ കെട്ടുകളാണ് ഈ കാണുന്ന ഈ വല കെട്ടി നിർത്തിയിരിക്കുന്നത്. ഈ കാണുന്ന ഒരു പച്ച നിറത്തിലുള്ള വലയിൽ കാണുന്നതെല്ലാം ചെമ്മീൻ കെട്ടുകളാണ്. അതിവിടെ ഒത്തിരി ഉണ്ട്. അങ്ങനെ മീൻ വളർത്തുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമുക്ക് മീനൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നമുക്ക് അവിടെ നിന്ന് മീനൊക്കെ ഉള്ള സീസൺ ടൈമാണ്. ഇപ്പോൾ എല്ലാം തുറന്ന് നിർത്തിയിരിക്കുമായിരുന്നു. ഞങ്ങളപ്പോൾ വരുന്ന വഴിക്കൊക്കെ കുറേ ഇതൊക്കെ ഇങ്ങനെ തുറന്ന് വെള്ളം അതിൻ്റെ അകത്തു നിന്നുള്ളതെല്ലാം ഒഴുക്കി കളയുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ടൈമല്ലായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് കഴിഞ്ഞ 2 മാസം മുൻപോ മറ്റെന്തോ ആയിരുന്നു അവർ ആ ഒരു ടൈം പീരീഡ് എന്തോ കഴിഞ്ഞത് ലാസ്റ്റത്തത്.
പിന്നെ ഇതേപോലെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അതുപോലെ തിരിച്ചിങ്ങോട്ടും ഇതേപോലെ വള്ളങ്ങളൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഗസ്റ്റുകളുടെ ഇതനുസരിച്ചായിരിക്കും ഇവിടുത്തെ ആ ഒരു റഷൊക്കെ വരുന്നത്. എന്നാലും ഇതൊരു സൺഡേ ആയിരുന്നുകൊണ്ടിട്ട് എന്നാലും തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ വള്ളങ്ങളാണെങ്കിലും അധികം സ്ഥലമില്ലാത്തൊരു ഇടത്തു കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വള്ളങ്ങളാണെങ്കിലും മറ്റു വള്ളങ്ങളുമായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ കൂട്ടിമുട്ടുകയൊക്കെ ചെയ്യും. പിന്നെ അവർ വളരെ കൺട്രോൾഡായിട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നതും. ഓവർ സ്പീഡിലോ അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ ഒന്നും അല്ല. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് തന്നെ ഇരിക്കാം അതിൽ. പിന്നെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ കൂടെ വന്നേക്കുന്ന ചേട്ടൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. ചേട്ടനാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ തരുന്നുണ്ട്. വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആൾ തന്നെയായിരുന്നു മണികണ്ഠൻ ചേട്ടൻ. പിന്നെ നമുക്ക് മുന്നോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എവിടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈ വ്യൂ തന്നെ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ തന്നെയാണ്. പിന്നെ ഈ കണ്ടൽക്കാടുകളുടെ ഏരിയയിലോട്ട് നമ്മളിപ്പോൾ എത്തി. ഇവിടെയാണെങ്കിൽ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. എല്ലാം ഓരോ വഴികളാണ്. എന്നാൽ ഇതെല്ലാം ഒരുപോലെ ഒരു പസിലിൻ്റെ അകത്തോട്ട് പോകുന്ന പോലെ തന്നെയാണ്. നമ്മളിത് എവിടെ ചെല്ലും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. എങ്ങോട്ടെങ്കിലും വഴിതെറ്റി നമ്മൾ കയറി കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയാമല്ലോ. അവിടെ കിടന്ന് കുരുങ്ങി കറങ്ങി നടക്കേണ്ടി വരും. ഇവർക്ക് ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരൊക്കെ ആയതുകൊണ്ടിട്ട് ഇവർക്ക് അത് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആകെ മൊത്തം കൺഫ്യൂഷൻ ആവുന്ന രീതിയിലാണ് ഇവിടുത്തെ വഴികളെല്ലാം. ഞാൻ ഈ വീഡിയോയിൽ കൂടുതലും വോയിസ് ഓവറാണ് ചെയ്തിരിക്കുന്നത്. കൂടുതലല്ല, മൊത്തം വോയിസ് ഓവറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഞാൻ എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. അതപ്പോൾ കാര്യമാക്കാതിരിക്കുക. എല്ലാം വോയിസ് ഓവർ. ഞാൻ മൈക്ക് എടുത്തില്ലായിരുന്നു, അതുകൊണ്ടിട്ട് എല്ലാം വോയിസ് ഓവറിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കുറേ കോക്രി പോലെയൊക്കെ തോന്നും. ഞാൻ പറയുന്നതും അവിടെ ചെയ്യുന്നതൊക്കെ തമ്മിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആ ലാസ്റ്റത്തെ ആ ഒരു ഇപ്പോൾ കണ്ടൽക്കാടിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ എടുക്കുന്ന പാലങ്ങളുടെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഓരോ പാലത്തിനകത്തുകൂടി കയറി വരാൻ നേരത്തെ എല്ലാം വലിയ വലിയ നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളിലോട്ടാണ് വന്നെത്തുന്നത്. അത് കൊള്ളാം. ഒരു പാലത്തിൻ്റെ അകത്ത് കയറി അടുത്തെത്തുന്നത് ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തുന്നത്, വീണ്ടും അടുത്ത പാലത്തിൻ്റെ അകത്തുകൂടി കയറി എത്തുന്നത് മറ്റൊരു മനോഹരമായിട്ടുള്ള സ്ഥലം. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് വന്നിടം കുറച്ചുകൂടി വലിപ്പം തോന്നിക്കുന്നുണ്ട്. നല്ല ഒത്തിരി ഏരിയ ഫുള്ളായിട്ട് അങ്ങ് കിടക്കുന്നതായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. ഇതാണ് തോന്നുന്നത് എനിക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ സ്ഥലം എന്ന് തോന്നുന്നു.
പിന്നെ ഇതാ നിങ്ങൾ ആ കാണുന്നത് കണ്ടോ, അത് ഒരു ആർച്ചാണ്. ഞാനപ്പോൾ ഇവിടെ ഇതിങ്ങനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ കാണുന്നത് ഒരു ആർച്ച് പോലെയാണ് നിൽക്കുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ അകത്തുകൂടി പോകാൻ പറ്റുമെന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുകൂടിയൊക്കെ പോകുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്തത് വേറെ ഒരു ഗ്രൂപ്പ് ആളുകൾ അവിടെ പോകുന്നത് കാണാം. പക്ഷെ നമ്മുടേത് ഓവർ ക്രൗഡഡ് അല്ലായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു ടൈമിൽ സൺഡേ ആണെങ്കിലും വലിയ ക്രൗഡൊന്നും ഇപ്പോൾ രാവിലെ ഒന്നും കാണുന്നില്ല. ചിലപ്പോൾ പയ്യനെ ആളുകളൊക്കെ വരുമായിരിക്കും, എല്ലാവരും എത്തുന്നതൊക്കെ ഉള്ളതായിരിക്കാം. ഈ കാണുന്ന കേട്ടോ ആ ഒരു ആർച്ച് കൊള്ളാം, നല്ല രസമുണ്ട്. നമുക്ക് ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു ആർച്ചായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. ഫോട്ടോസിനും വീഡിയോസിനും എന്തോ തുഴഞ്ഞു വരുന്ന ആ സീനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു വള്ളമൊക്കെ കയറി വരുന്നതൊക്കെ കാണാം. ഇത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലൊരു സ്പോട്ട് തന്നെ ഇത്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വരാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കയാക്സ് എന്ന് പറയുന്നത് സീബ്ര കയാക്സ് ആണ്. നിങ്ങൾക്ക് വേണ്ട കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ വള്ളന്തോ മണികണ്ഠൻ ചേട്ടൻ കൊണ്ടുപോയി ഒരു മാംഗ്രോ ട്രീസൊക്കെ നിൽക്കുന്നതിൻ്റെ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് കെട്ടി. നമുക്കപ്പോൾ ഇവിടെ നിന്ന് മേലെ കയറിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാമെന്നുള്ള പറഞ്ഞു. ചേട്ടനാണെങ്കിലും അങ്ങനെ ധൃതിയൊന്നുമില്ല കേട്ടോ. ചേട്ടൻ എത്ര നേരം വേണേലും നിന്നോളാം എന്നുള്ളതാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെയൊക്കെ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ടൊക്കെ അങ്ങനെ മേളിലോട്ടൊക്കെ കയറി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ആണെങ്കിലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അന്നേരം അവിടെ കണ്ട ഒരു വള്ളിയൊക്കെ കണ്ട് താഴത്തോട്ട് തൂങ്ങിക്കിടക്കുന്നത്, തൂങ്ങി വരട്ടെ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി. ഒന്നും നോക്കിയില്ല, കണ്ണും പൂട്ടി അങ്ങ് ചാടി. അങ്ങനെ ആ വള്ളികളൊക്കെ കണ്ടപ്പോൾ ആ ഒരു വള്ളി കയറിയുള്ള ചാട്ടവും ഊർന്നിറങ്ങലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് ഇപ്പോൾ വലിയ ക്രൗഡൊന്നും ഇല്ലാത്ത ചേട്ടനാണ് പറഞ്ഞത്. പക്ഷേ വൈകിട്ട് വടക്ക് തിരക്ക് കൂടും എന്നാണ് പറഞ്ഞത് ചേട്ടൻ. പിന്നെ സൺഡേസൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് കൂടുതൽ തിരക്ക് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ സീസണല്ല, ഇപ്പോൾ മൺസൂൺ ടൈമിൽ എൻജോയ് ചെയ്യാനായിട്ട് വരുന്നവരാണ് ഇപ്പോൾ വരുന്നതിൽ ഭൂരിഭാഗം പേരും. ഈ മഴയൊക്കെ ആസ്വദിച്ച് ഇവിടെ വരിക എന്നുള്ള ഒരു രീതിയിലൊക്കെ വരുന്നവരാണ് കൂടുതലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിവിടെ തന്നെ ആയിട്ട് ആളുകൾ ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. സാധാരണ ഇവിടെ അല്പം വെള്ളമൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത്തവണ വെള്ളം തീരെ വറ്റായിരുന്നു കൊണ്ടിട്ട്, അതായത് ഈ വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു ടൈമായിരുന്നു ഇത്, ലോ ടൈഡായിരുന്നു. അതുകൊണ്ടിട്ട് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി പോവുകയും ചെയ്തായിരുന്നു ഇന്നത്തെ ദിവസമാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മണ്ണൊക്കെ ഒത്തിരി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ പറ്റുമെന്നുള്ള പറഞ്ഞ് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് ചേർന്നവിടെ എത്തിച്ചതാണ്. സാധാരണ ഈ കല്ലൊക്കെ ഇത്രയും ഇങ്ങനെ തെളിഞ്ഞൊന്നും കാണത്തില്ല. അതുപോലെ മണ്ണ് ആണെങ്കിലും ഇത്രയധികം കിട്ടാറില്ലെന്നാണ് പറയുന്നത്. ഇന്നത്തെ വെള്ളം പോയത് കൊണ്ടിട്ടാവാം ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിലും ഇങ്ങനെ ഒരു ഐലൻഡ് മാത്രമായിട്ട് ഇങ്ങനെ മണ്ണ് വന്നിട്ട് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടിട്ട് ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ളത് പറഞ്ഞിരുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ചുറ്റുമൊന്നും ഒരു മനുഷ്യരില്ല. ആകെ ഞങ്ങൾ 3 പേര് മാത്രമുണ്ട് ഇവിടെ എല്ലായിടത്തും. അതുകൊണ്ട് ഓടി ചാടിയൊക്കെ കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്.
എനിക്ക് തന്നെ അറിയില്ല ഞാൻ അവിടെ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളതൊന്നും. അങ്ങനെ നടക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു സ്പോട്ട് കൂടി കണ്ടേ. ഒന്നും നോക്കിയില്ല. നോക്കടി സ്റ്റൈല് നോക്കടി നന്നായിട്ടുണ്ട്. മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, എന്തോ സ്മാർട്ടല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതോ മഴയൊക്കെ പെയ്തു. അത്യാവശ്യം ചെറിയൊരു മഴയൊക്കെ പെയ്ത് നമ്മളാണ് കുടയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് അവർ തന്നെയായിരുന്നു നമുക്ക് കുടയെല്ലാം തന്നത്. എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു ഓൾറെഡി അവർ. അങ്ങനെ മഴയത്ത് നിന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തു. പക്ഷെ ആ മഴ വന്നപ്പോൾ കുറച്ചുകൂടി വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോഴാണെന്തോ ഇവിടെ ഒരു കല്ലിങ്ങനെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവിടേക്കും കയറി നിന്നപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതി അടുപ്പിച്ച് വന്നു. നമ്മൾ നേരെ ചാടി അതിലേക്ക് കയറുകയാണ്. പിന്നെ സൂക്ഷിക്കണം, കാലം തെന്നി വീഴാതെ നോക്കുക. താഴെയൊക്കെ കല്ലുകൾ തന്നെ ആയിരിക്കും കാണുക. അവിടെ അത്രയും വലിയൊരു കല്ലുണ്ടെങ്കിൽ അതിനോട് ചേർന്നും ചെറിയ കല്ലുകളൊക്കെ കാണും. അപ്പോൾ നോക്കി ശ്രദ്ധിച്ചൊക്കെ തന്നെ നമ്മൾ ചെയ്യുക. അങ്ങനെ കല്ലയിലൊക്കെ കയറി നിന്ന് ഇവരാണെങ്കിൽ അങ്ങ് അകന്നകന്നകന്നങ്ങ് പോവുക. പിന്നെ ഞാൻ തിരിച്ചിങ്ങനെ വിളിച്ചോണ്ടിരിക്കുക, എന്നെ കൂടി കൊണ്ടുപോകുന്ന കൊണ്ട് ഞാൻ തിരിച്ച് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു അവിടെ. അങ്ങനെ അവസാനം അവർ തിരിച്ചു വന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റും വെള്ളം. പിന്നെ താണ്ടടാ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു ടീം ഫുള്ളങ്ങ് കയാക്കുമായിട്ടൊക്കെ ഇറങ്ങിയേക്കുന്നത് കണ്ടപ്പോൾ തന്നെ കൊതിയായി. നമുക്കിപ്പോൾ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. പക്ഷെ അവരാണെങ്കിൽ മഴയത്ത് അങ്ങ് കയാക്കിങ് ഒക്കെ ചെയ്ത് നടക്കുക. അവിടെ ഇവിടെ ആയിട്ടൊക്കെ കൂട്ടിയിടിച്ചൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കാരണം മഴയും ഉണ്ട്, ഒരു വലിയ മഴയൊന്നുമല്ല, എന്നാലും ഒരു ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു മഴയും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ടുള്ള ഏരിയയിൽ ഇതേപോലെ കയാക്ക് ചെയ്ത് നടക്കുക. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇത്. അപ്പോൾ നിങ്ങൾക്കും ഇത് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ അവരുടെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യുക. പാക്കേജ് ആണോ, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്നുള്ള പ്രിഫറൻസ് പറയുക, അതനുസരിച്ച് അവരത് ചെയ്തു തരും. അവിടെ നിന്ന് നേരെ പോകുന്നത് കണ്ടൽക്കാടുകളുടെ വലിയൊരു ശേഖരത്തിൻ്റെ ഇടയിലോട്ടാണ് പോകുന്നത്. ഈ വഴികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നാരോ ആയിട്ടുള്ള വഴികളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുകൂടി ഇങ്ങനെ പോകുമ്പോൾ തന്നെ വേറെ ഏതോ ഒരു ലോകത്തുകൂടി സഞ്ചരിക്കുന്ന പോലൊരു ഫീലാട്ടോ. അപ്പോൾ അത് ഒരു എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ്. ഇതിപ്പോൾ പണ്ടാണെങ്കിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഈ സ്ഥലങ്ങൾ കാണാറുണ്ട്. അപ്പോഴും ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഇവിടെയൊക്കെ പോകാനൊക്കെ പറ്റുമോ, ഇവിടെ ഇനി ആൾതാമസമൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ പണ്ട് ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ ആളുകളുണ്ടെന്നും ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടെന്നുള്ളതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്.
അങ്ങനെ നമ്മുടെ ആ ബോട്ട് യാത്ര എല്ലാം അവസാനിച്ച് തിരിച്ച് നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്നു. ഈ കാണുന്നതാണ് അവരുടെ കഫേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒത്തിരി കയാക്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഇവിടെ തിരിച്ച് കൊണ്ടുവന്ന് സേഫായി എത്തിച്ച് അങ്ങനെ നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ പോവുകയാണ്. മണികണ്ഠൻ ചേട്ടൻ അങ്ങനെ ഒരു ടാറ്റയും ബൈയൊക്കെ കൊടുത്ത്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ലൊക്കേഷനാണ്, സീബ്ര കയാക്സ് എന്ന കഫേയൊക്കെ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്, അവരുടെ ബാക്ക് സൈഡിലായിട്ടാണ് കഫേയൊക്കെ വരുന്നത്. അവിടെ തന്നെയാണ് ആ കായലിൻ്റെയൊക്കെ ആ ഒരു വ്യൂവും ഇതെല്ലാം വരുന്നത്. അവിടെ നമുക്ക് കുറച്ചങ്ങ് ദൂരമായിട്ടൊക്കെ കാണാം കണ്ടൽക്കാടുകളൊക്കെ നിൽക്കുന്നത്. പിന്നെ അവിടെ ഒന്ന് ചുറ്റി നടന്ന് അവിടെയുള്ള ഏരിയയൊക്കെ ഒന്ന് ആ പരിസരമൊക്കെ ഒന്ന് ഷൂട്ടൊക്കെ ചെയ്ത്. ഇത് നമുക്കുള്ള സൈക്കിളാണ്, നമുക്ക് സൈക്ലിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 3 സൈക്കിൾസൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിലും ഒത്തിരി കയാക്സ് കിടപ്പുണ്ട്. കയാക്സും അതുപോലെ തന്നെ നമുക്ക് വേണ്ട ലൈഫ് ജാക്കറ്റ്സ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. സിംഗിൾ കയാക്സ് ഉണ്ട്, ഡബിൾ കയാക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതാ ഡൈനിങ് സ്പേസൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പുറത്ത് ഒരു ചെറിയൊരു ഹട്ടുണ്ട്, അവിടെയാണ് നമുക്ക് ഇരിക്കാനും. അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. അതുപോലെ തന്നെ കാറ്റ് ഒരു നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടേ ഇരിക്കുവാണ്. പിന്നെ എൻ്റെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ പുറകിൽ ഇപ്പോൾ കുറച്ചൊക്കെ മണ്ണൊക്കെ കണ്ടില്ലേ, അതെല്ലാം ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം കൊണ്ട് നിറയുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതാണ് നമ്മുടെ ആ ഒരു ഏരിയയൊക്കെ വരുന്നത്. പിന്നെ നമുക്കൊരു ഗൈഡുണ്ട് ഇവിടെ, എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ആളുണ്ട്. ഇത് നമ്മുടെ വൈശാഖ് ബ്രോയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഉണ്ടാവുന്നത്. വൈശാഖ് ബ്രോയും നമുക്ക് പക്കാ സപ്പോർട്ടാണ്. നമുക്ക് നമ്മളൊരു ഫ്രണ്ട്ലി മൈൻഡിലായിട്ടുള്ള ഒരാളെ തന്നെയാണ് നമുക്ക് ഗൈഡായിട്ട് കിട്ടുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടുന്ന് ആളുകൾ ഇങ്ങനെ ചെറിയ കയാക്സൊക്കെ എടുത്തുകൊണ്ട് ഉണ്ടോ 3 പേരൊക്കെ ആയിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ കയാക്കിംഗ് ഒക്കെ ചെയ്ത് പോകുന്നുണ്ട്. അവർക്ക് വേണ്ട ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കും പോകാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മൾ കാത്തിരുന്നു. അങ്ങനെ നമ്മുടെ ആഹാരം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിരിക്കുകയാണ്. മുട്ടയും അപ്പവും ഒക്കെ ആയിട്ട് വൈശാഖ് അങ്ങനെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആഹാരത്തിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ ഒരു മെയിൻ. അപ്പോൾ ഇങ്ങനെ പോയി റൗണ്ടൊക്കെ അടിച്ച് വന്നപ്പോൾ വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പവും മുട്ടക്കറിയൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി. അങ്ങനെ ഒന്നും നോക്കില്ല, പ്ലേറ്റിലോട്ട് അപ്പമൊക്കെ അങ്ങ് വാരി അങ്ങ് അടിച്ച്. ഇനിയൊരു അറ്റാക്കാണ് അപ്പത്തിൽ അപ്പവും മുട്ടയുമായിട്ട്. മുട്ടയൊക്കെ ഉണ്ട്. അങ്ങനെ മുട്ടയൊക്കെ എടുത്ത് പ്ലേറ്റിലോട്ടെടുത്ത് തട്ടി അങ്ങ് ഗ്രേവിയും അങ്ങ് വാരി നിറച്ചൊഴിക്കുന്നുണ്ട്. ഇതാ മുട്ട അതെല്ലാം അങ്ങ് വെച്ച് പിന്നെ ഒരു ഫുഡ് റെഡിയാണ്. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കൂടെ തന്നെയുള്ള വ്യൂ, നേരെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. അതായിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു ഫീല് തന്നെ കേട്ടോ. അത് ഇവിടെ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വരിക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ സെക്കൻഡ് പാർട്ട്.